ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട താരങ്ങൾ അർഹിച്ച അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ? അതോ എല്ലാം ആസൂത്രിതമായ തിരക്കഥയോ? ഇംഗ്ലണ്ടിനെതിരായ നിർണായക പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ക്രിക്കറ്റ് ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് സഞ്ജു സാംസൺ എന്ന പ്രതിഭയ്ക്ക് സംഭവിച്ച ക്രൂരമായ അവഗണന, മറുവശത്ത് രാഹുലിന്റെ അപ്രതീക്ഷിതവും സംശയകരവുമായ പുറത്താകൽ. സഞ്ജുവിന് 6 മത്സരങ്ങൾ ലഭിക്കേണ്ടിടത്ത് വെറും 4 എണ്ണത്തിൽ മാത്രം ഒതുക്കിയത് ആരാണ്? അതിനു തൊട്ടു പിന്നാലെ രാഹുലിനെ അസുഖം എന്ന ലേബലിൽ ടീമിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇതിനു പിന്നിൽ ഒരേ തിരക്കഥയാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് ഉറക്കെ പറയാൻ പ്രേരിപ്പിക്കും വിധമുള്ള അണിയറക്കഥകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സഞ്ജു സാംസണിന് എന്തുകൊണ്ട് അവസരങ്ങൾ കൃത്യമായി ലഭിച്ചില്ല എന്നതിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അയർലൻഡിനെതിരായ 2 T20 മത്സരങ്ങളും ഇംഗ്ലണ്ടിനെതിരായ 5 T20 മത്സരങ്ങളും അടക്കം ആകെ 7 T20കളിൽ 6ലും സഞ്ജുവിനെ ഓപ്പണറായി കളിപ്പിക്കാനായിരുന്നു കോച്ച് ഗൗതം ഗംഭീറും സെലക്ടർ അജിത് അഗാർക്കറും ചേർന്ന് തീരുമാനിച്ചിരുന്നത്. ആദ്യ 6 മത്സരങ്ങളിലും സഞ്ജു പരാജയപ്പെടുകയാണെങ്കിൽ മാത്രം 5ാമത്തെയും അവസാനത്തെയും T20 മത്സരങ്ങളിൽ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ പരീക്ഷിക്കാമെന്നായിരുന്നു ഇവരുടെ ധാരണ. എന്നാൽ ടീം മാനേജ്മെന്റിന്റെ ഈ പദ്ധതി അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ആദ്യ 3 T20 മത്സരങ്ങൾക്ക് ശേഷം സഞ്ജുവിനെ ടീമിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കി പകരം വൈഭവിനെ കൊണ്ടുവന്നു. ഇതിന് പിന്നിൽ ടീമിന് പുറത്തുനിന്നുള്ള വലിയൊരു സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആദ്യ 3 T20 കളിയിൽ 5, 0, 1 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറുകൾ. ഫോമിലല്ലെങ്കിലും സഞ്ജുവിനെ ടീമിൽ നിലനിർത്താനായിരുന്നു ഗംഭീറിന്റെയും അഗാർക്കറിന്റെയും തീരുമാനം. എന്നാൽ പെട്ടെന്നുണ്ടായ എന്തോ ഒരു ബാഹ്യ ഇടപെടൽ ടീം മാനേജ്മെന്റിനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ നിർബന്ധിതരാക്കി. ആരാണ് ഈ സമ്മർദ്ദം ചെലുത്തിയത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നുമില്ലെങ്കിലും മുൻ ഇന്ത്യൻ സ്പിന്നറും സെലക്ഷൻ കമ്മിറ്റി അംഗവുമായ പ്രഗ്യാൻ ഓജയുടെ പേരാണ് ഈ വിഷയത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഇംഗ്ലണ്ടുമായുള്ള 2ാം T20ക്ക് തൊട്ടുമുമ്പ് പ്രഗ്യാൻ ഓജ ഇന്ത്യൻ ടീമിന്റെ നെറ്റ്സിലെത്തുകയും ഗംഭീറുമായി ദീർഘനേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതോടെയാണ് സഞ്ജുവിനെ തഴയുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെട്ടത്. വെറും 3 ഇന്നിംഗ്സുകൾ കൊണ്ട് മാത്രം സഞ്ജുവിനെ പോലൊരു താരത്തിന്റെ കഴിവ് അളക്കരുത് എന്ന അഭിപ്രായം ആരാധകർക്കിടയിൽ ശക്തമാണ്. എന്തായാലും നടന്ന കാര്യങ്ങൾ സഞ്ജുവിന്റെ ആരാധകർക്കിടയിൽ വലിയ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. സഞ്ജുവിന്റെ കാര്യത്തിൽ നടന്ന ഈ തഴയപ്പെടൽ ആരാധകരെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കെയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വലിയ ബോംബ് കൂടി പൊട്ടിത്തെറിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റർ രാഹുൽ കളിക്കുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ടോസിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ വളരെ ലളിതമായി പറഞ്ഞത് രാഹുലിന് അസുഖമാണെന്നും അതിനാൽ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് എന്നുമാണ്. എന്നാൽ ഈയൊരു പ്രസ്താവന കേട്ട നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കോലാഹലമാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുലിന് ശരിക്കും അസുഖമാണോ അതോ ഇത് ആദ്യ മത്സരത്തിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയതാണോ എന്നതാണ് ആരാധകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യ ഏകദിനത്തിലെ പ്രകടനം നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുലിന്റെ കീപ്പിംഗിലെ പിഴവുകളും ബാറ്റിംഗിലെ പരാജയവും ടീമിനെ ഒരു പരിധിവരെ ബാധിച്ചിരുന്നു. ഇതൊരു വലിയ ടീം മാനേജ്മെന്റ് തീരുമാനത്തിന് വഴിവെക്കുമോ എന്ന് അന്ന് തന്നെ പലരും സംശയിച്ചിരുന്നു. ഇപ്പോഴിതാ രാഹുൽ ടീമിലില്ല എന്ന വാർത്ത വന്നതോടെ ആരാധകർ സംശയത്തിന്റെ മുനയിലാണ്. രാഹുലിന് അസുഖമാണെന്ന വാദം പലരും തള്ളിക്കളയുകയാണ്. ഫോമിലല്ലാത്ത താരങ്ങളെ ടീമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ മാനേജ്മെന്റ് ഉപയോഗിച്ചിരുന്ന ഒരു പഴയ തന്ത്രമാണ് ഇപ്പോൾ രാഹുലിന്റെ കാര്യത്തിലും പയറ്റുന്നതെന്നാണ് വലിയൊരു വിഭാഗം ആരാധകർ വിശ്വസിക്കുന്നത്. ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ ആരാധകർക്ക് വലിയൊരു പ്രയാസമുണ്ട്. രാഹുലിനെ ഒഴിവാക്കാൻ ഗിൽ പണ്ടേ അവസരം കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള അതിരുകടന്ന വിമർശനങ്ങൾ വരെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നുവരുന്നുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലെ പഴയൊരു സംഭവത്തെ കൂട്ടുപിടിച്ചാണ് ആരാധകർ ഈ വാദം ഉന്നയിക്കുന്നത്. രാഹുൽ കാരണം ഗില്ലിന് സെഞ്ചുറി നഷ്ടപ്പെട്ടുവെന്നും അന്നുമുതൽ ഇരുവർക്കുമിടയിൽ ഒരു അതൃപ്തിയുണ്ടെന്നുമാണ് ആരാധകർ പറയുന്നത്. ഇതൊക്കെ വെറും കിംവദന്തികൾ മാത്രമാകാം. എങ്കിലും ആരാധകർക്കിടയിൽ ഇത്തരം ചിന്തകൾ വളരെ ശക്തമാണ് എന്നത് നമ്മൾ കാണാതെ പോകരുത്. ഏകദിന ഫോർമാറ്റിൽ 3500-ലധികം റൺസ് അടിച്ചുകൂട്ടിയ 50-ന് മുകളിൽ ബാറ്റിംഗ് ശരാശരിയുള്ള 100-ലധികം സ്ട്രൈക്ക് റേറ്റുള്ള ഒരു താരത്തെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി പുറത്താക്കിയിരിക്കുന്നത്. 2023-ലെ ഏകദിന ലോകകപ്പിലും 2025-ലെ ചാമ്പ്യൻസ് ട്രോഫിയിലും വിക്കറ്റിന് പിന്നിൽ ഇന്ത്യയുടെ വിശ്വസ്തനായ കാവൽക്കാരനായിരുന്നു അദ്ദേഹം. ഇത്രയും അനുഭവസമ്പത്തുള്ള ഒരു താരത്തെ പെട്ടെന്നൊരു അസുഖത്തിന്റെ പേരിൽ ഒഴിവാക്കുന്നത് തികച്ചും അന്യായമാണെന്നാണ് ആരാധകർ വാദിക്കുന്നത്. രാഹുലിനെ പോലെ ഒരു താരത്തെ ഇന്ത്യ അർഹിക്കുന്നില്ല എന്നുവരെ ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. രാഹുൽ പുറത്തിരിക്കുമ്പോൾ ഇഷാൻ കിഷനാണ് ഇന്ന് പകരക്കാരനായി എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇഷാൻ കിഷൻ മികച്ചൊരു ബാറ്ററാണ്, മികച്ചൊരു വിക്കറ്റ് കീപ്പറുമാണ്. പക്ഷെ പ്രശ്നമതല്ല, ടീമിലെ സ്ഥാനം ഇത്ര പെട്ടെന്ന് മാറിമറിയുന്നത് ടീമിന്റെ സ്ഥിരതയെ ബാധിക്കില്ലേ എന്നുള്ളതാണ്. സീനിയർ താരങ്ങളെ ഈ രീതിയിൽ അപ്രതീക്ഷിതമായി മാറ്റുന്നത് ടീമിലെ അന്തരീക്ഷത്തെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്ലേയിങ് 11-ൽ മാറ്റങ്ങൾ വരുത്തുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിന് നൽകുന്ന കാരണങ്ങൾ സുതാര്യമായിരിക്കണം എന്ന് ആരാധകർ ആഗ്രഹിക്കുന്നു. എന്താണ് ടീമിന്റെ പ്ലാൻ എന്ന് വ്യക്തമാക്കിയാൽ ആരാധകരുടെ ഈ സംശയങ്ങൾ മാറിക്കിട്ടും. രാഹുൽ ശരിക്കും അസുഖം ബാധിച്ച് പുറത്തിരിക്കുകയാണോ അതോ ടീമിലെ പുതിയ രാഷ്ട്രീയത്തിന് ഇരയായതാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സഞ്ജുവിനെ ഒഴിവാക്കിയതും രാഹുലിനെ അസുഖം പറഞ്ഞ് പുറത്താക്കിയതും ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.
ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.